ഹലോ ഗൈസ്, ഐ എം മനസി. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമുക്കറിയാം, നമ്മൾ LBS അപ്ലിക്കേഷൻ കഴിഞ്ഞൊരു 3 മാസത്തോളമായി നമ്മൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ കറക്ഷൻ ടൈം തീർന്ന് നമ്മൾ സ്റ്റിൽ റാങ്ക് ലിസ്റ്റിന് വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് അറിയാം, LBS ഇങ്ങനെ വരുന്നതുകൊണ്ട് തന്നെ പല കുട്ടികൾക്കും ടെൻഷനാണ്. കാരണം അവരുടെ മാർക്കിന് ഇവിടെ കിട്ടുമോ, ഇനി കിട്ടിയില്ലെങ്കിൽ പുറത്ത് നോക്കണം, അതെങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചെല്ലാം ഭയങ്കര വെറീഡായിട്ടാണ് എല്ലാവരും ഇരിക്കുന്നത്. അപ്പോൾ നമുക്ക് LBS വീഡിയോ ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേറ്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണാം. അപ്പോൾ നമ്മുടെ LBS പ്രൊഫൈൽ ലോഗിൻ ചെയ്ത് നോക്കുമ്പോഴും നമ്മൾ കൊടുത്ത കറക്ഷൻസ് ചിലപ്പോൾ കറക്റ്റായി അല്ലെങ്കിൽ അപ്ഡേറ്റ് ആയി കിടക്കുന്നുണ്ടാവില്ല. അത് കുറേ പേര് ചോദിക്കുന്ന ഡൗട്ടാണ്, എന്തുകൊണ്ടാണ് അത് അപ്ഡേറ്റ് ആവാത്തത് എന്നുള്ളത്. അതെന്തുകൊണ്ടാണ് അപ്ഡേറ്റ് ആവാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് വെരിഫിക്കേഷൻ നടന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. അത് റാങ്ക് ലിസ്റ്റിൻ്റെ ഒരു ടൈം ആകുമ്പോഴേക്കും അത് തന്നെ അപ്ഡേറ്റ് ആയിക്കോളാം. അപ്പോൾ അപ്ഡേറ്റ് ആയിട്ടില്ല എന്ന് പറഞ്ഞ് ആരും തന്നെ വിഷമിക്കേണ്ട ആവശ്യമില്ല. പിന്നെ നമ്മൾ പറയുകയാണെങ്കിൽ റാങ്ക് ലിസ്റ്റിൻ്റെ അലോട്ട്മെൻറ്റിൻ്റെ കാര്യം, സാധാരണ എല്ലാ വർഷങ്ങളിലും തന്നെ ഒരുവിധം ലാഗായാണ് LBS അലോട്ട്മെൻറ്റും മറ്റു കാര്യങ്ങളെല്ലാം സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇത്തവണ കുറച്ചധികം ലാഗായിട്ടുണ്ടെന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ എനിക്കിപ്പോൾ പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ നല്ല മാർക്കുള്ള കുട്ടികൾ ഇവിടെ വെയിറ്റ് ചെയ്യുക. ഞാൻ ഏതൊക്കെ ഇൻഡെക്സിന് എങ്ങനെയൊക്കെയാണ്, ഏതൊക്കെ കോളേജുകളാണ് കിട്ടിയിട്ടുള്ളത്, ഏതൊക്കെ റിസർവേഷന് എത്ര മാർക്ക് വരെ കിട്ടിയിട്ടുണ്ടെന്നുള്ളൊക്കെ വീഡിയോ ഞാൻ ഇതിന് മുന്നേ ഒരെണ്ണം ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവരുണ്ടെങ്കിൽ അതുകൂടെ ചെന്ന് കാണാം. അതിനുശേഷം ഇവിടെ മാർക്ക് കുറഞ്ഞ കുട്ടികൾ, അതായത് ഒരു 260 ബിലോ വരുന്ന കുട്ടികൾ, അല്ലെങ്കിൽ ഒരു 270 ബിലോ വരുന്ന കുട്ടികളെല്ലാം തന്നെ എന്ത് ചെയ്യുക, പുറത്ത് ബാംഗ്ലൂരോ കോയമ്പത്തൂരോ ഹൈദരാബാദോ എവിടെയെങ്കിലും ഒരു സീറ്റ് ബുക്ക് ചെയ്തിടുക. അല്ലാന്നുണ്ടെങ്കിൽ പിന്നീട് നിങ്ങൾക്ക് അവിടെ സീറ്റ് ഫില്ലായി പോവും, നാട്ടിലും കിട്ടില്ല. ടെമ്പററി ആയിട്ട് ജോയിൻ ചെയ്യുക, എന്നിട്ട് ഇവിടെ വെയിറ്റ് ചെയ്യുക. ഇങ്ങോട്ട് കിട്ടിക്കഴിയുമ്പോൾ ഇവിടെ കിട്ടുവാണെങ്കിൽ നമുക്ക് മാറാം. പിന്നെ പുറത്ത് അഡ്മിഷൻ എടുക്കുമ്പോൾ എല്ലാ തവണയും പറയുന്നത് പോലെ അഫിലിയേഷൻസ് ഉണ്ടോ, അതുപോലെ തന്നെ ഫേക്കായൊരു ഏജൻസി വഴി ചേരാതെ നേരിട്ട് തന്നെ ചെന്ന് അന്വേഷിച്ച് കണ്ട്, ഹോസ്റ്റലാണെങ്കിലും ഫുഡാണെങ്കിലും എല്ലാ കാര്യങ്ങളും കണ്ട് ബോധ്യപ്പെട്ടതിന് ശേഷം മാത്രം ചേരാൻ ശ്രമിക്കാം. അപ്പം മാർക്ക് കുറഞ്ഞ കുട്ടികൾ ഇവിടെ വെയിറ്റ് ചെയ്യുക എന്ന് പറയുന്നത് അവർക്ക് റിസ്ക്കാണ്. ചിലപ്പോൾ അവർക്ക് ഇവിടെ കിട്ടില്ല, പുറത്തപ്പോഴേക്കും സീറ്റെല്ലാം ഫില്ലാവും. പിന്നെ ഏതെങ്കിലും കിട്ടുന്ന സീറ്റ് എന്ന് പറയുന്നത് ചിലപ്പോൾ അഫിലിയേഷൻ ഇല്ലാത്തോ മറ്റൊക്കെ ആയിരിക്കും. അപ്പോൾ മാർക്ക് കുറഞ്ഞ കുട്ടികളുണ്ടെങ്കിൽ ഒരു 265 എബോ ഒക്കെ ഇവിടെ നിൽക്കുക. അതിന് താഴെ 265 ബിലോ ഉള്ളവരൊക്കെ, ജനറലിൻ്റെ കാര്യമാണ് പറയുന്നത്, അവരെല്ലാം തന്നെ പുറത്തൊരു സീറ്റ് ബുക്ക് ചെയ്തിടാൻ ശ്രമിക്കുക. നഴ്സിങ്ങിന്, മറ്റ് പാരാമെഡിക്കൽ കോഴ്സുകളുടെയും മെഡിസിൻ്റെ എല്ലാ അലോട്ട്മെൻറ്റും ഉടൻ തന്നെ വരും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഈ ഒരു ടൈമിൽ നിങ്ങൾ എന്തായാലും തന്നെ കോളേജ് ഓപ്ഷൻസ് എല്ലാം വയ്ക്കാൻ വേണ്ടി റെഡിയാക്കി വെക്കുക. കാരണം നമുക്ക് റാങ്ക് ലിസ്റ്റ് വന്ന് ഫൈനൽ റാങ്ക് ലിസ്റ്റ് വന്ന് അന്ന് മുതൽ ഒരു 3-4 ദിവസം മാത്രമായിരിക്കും ഓപ്ഷൻ വയ്ക്കാൻ വേണ്ടി സമയം കിട്ടുന്നത്. അത് കഴിഞ്ഞ് ഉടനെ തന്നെ അലോട്ട്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. സോ ഈ ഒരു ടൈമിൽ എല്ലാവരും അറേഞ്ച് ചെയ്ത് വെക്കുക. ആ ഒരു ടൈമിൽ നമ്മൾ ഹറിബറി ആയി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. പിന്നെ ഈ വർഷം ഏത് മാർക്കൊക്കെ ഉള്ളവർക്ക് കിട്ടുമെന്ന് നമുക്ക് ഉറപ്പിക്കാൻ പറ്റണമെന്നുണ്ടെങ്കിൽ റാങ്ക് ലിസ്റ്റ് വരണം. കാരണം കഴിഞ്ഞ പ്രാവശ്യം കൊടുത്തതിനേക്കാൾ കൂടുതൽ സ്റ്റുഡൻസ് ഇത്തവണ അപ്ലിക്കേഷൻ കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലാസ്റ്റ് അഡ്മിഷൻ കിട്ടുന്ന ആ ഒരു ഇൻഡെക്സ് മാർക്ക് എന്ന് പറയുന്നത് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ ആ വരുന്ന റാങ്ക് അനുസരിച്ച് ആണ് നമുക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ എല്ലാവരും തന്നെ വെയിറ്റ് ചെയ്യുക, അതിന് ടെൻഷനൊന്നും ആവേണ്ട. അപ്പോൾ മാർക്ക് കുറഞ്ഞവരുണ്ടെന്നുണ്ടെങ്കിൽ പുറത്തൊരു സീറ്റ് അല്ലെങ്കിൽ ടെമ്പററി ആയിട്ട് ചെന്ന് ജോയിൻ ചെയ്യുക. മാർക്കുള്ളവർ ഇവിടെ തന്നെ വെയിറ്റ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇനി നിങ്ങൾ അപ്ഡേറ്റ്സ് ഉണ്ടെങ്കിൽ അറിയിക്കാം. ബൈ.